നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമ്മുടെ പരീക്ഷയുടെ സിലബസിലുള്ള ഓരോ നിർണായകമായിട്ടുള്ള മേഖലകളും മത്സര പരീക്ഷയിൽ ചോദിക്കുന്നത് SCERT NCERT സ്കൂൾ ടെക്സ്റ്റ് പാഠഭാഗ വസ്തുതകളുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിലെ പുതിയ SCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട SCERT സ്കൂൾ ടെക്സ്റ്റിലെ എൻ്റെയർ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ SCERT സ്കൂൾ ടെക്സ്റ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ SCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട് എങ്കിൽ അതൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്നറിയപ്പെടുന്ന ഒരു വാക്ക് അവിടെ SCERT ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെന്നറിയപ്പെടുന്ന വിദേശികൾ ഭരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ദേശീയ പ്രസ്ഥാനം, ഇന്ത്യ എന്നറിയപ്പെടുന്ന ആശയം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വാക്കാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ദേശീയത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ, ധാരാളം സംഘടനകൾ, ധാരാളം പത്രങ്ങൾ, ധാരാളം വ്യക്തികളെ പറ്റിയൊക്കെ നമ്മൾ പറയണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദാദാഭായ് നവറോജി. SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ 1 മാർക്കായി ഈ പറയുന്ന മേഖലകൾ ഉറപ്പായും വരും. ഒന്ന്, ഈ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെയാണല്ലോ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന് ചോദിച്ചാൽ ഉത്തരം ആര് തന്നെയാണ്? ഈ ദാദാഭായ് നവറോജി തന്നെയാണ്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ലോകത്തിൽ ആദ്യമായി വന്ധ്യവയോധികൻ എന്ന ലേബൽ വരുന്നത് ബ്രിട്ടനിലാണ്. ബ്രിട്ടന്റെ വന്ധ്യവയോധികനെ അറിയപ്പെടുന്ന പേരാണ് ഗ്ലാഡ്സ്റ്റൺ. ബ്രിട്ടന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഗ്ലാഡ്സ്റ്റൺ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ചോദ്യം എങ്ങനെയും ചോദിക്കാം ചോദ്യകർത്താവിന്. ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ എന്ന് ചോദിക്കാം. ഉത്തരം ദാദാഭായ് നവറോജിയാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികനുണ്ട്, KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. അതിന് പകരം കേരളത്തിന്റെ ഗ്ലാഡ്സ്റ്റൺ എന്ന് ചോദിച്ചാലും KP കേശവമേനോനാണ്. ഈ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനുണ്ട്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളിയാണല്ലോ ബാരിസ്റ്റർ GP പിള്ള. അദ്ദേഹത്തെയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന ചോദ്യത്തിന് പകരമായി തിരുവിതാംകൂറിന്റെ ഗ്ലാഡ്സ്റ്റൺ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം GP പിള്ളയാണ്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ഈ പറയുന്ന ദാദാഭായ് നവറോജിയ. ഇന്ത്യയിൽ ആദ്യമായി പ്രതിശീർഷ വരുമാനം കണക്കാക്കിയത്, ഇന്ത്യയിൽ ആദ്യമായി ദാരിദ്ര്യം കണക്കാക്കിയത്, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതൊക്കെ ഈ പറയുന്ന ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന രാജ്യം ഇവിടുന്ന് ചോർത്തിക്കൊണ്ടുപോയി. അത് ഈ പറയുന്ന സമ്പത്തായിട്ട്, അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളായിട്ട്, അല്ലെങ്കിൽ നാണയങ്ങളായിട്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന വിദേശ രാജ്യം ഇവിടെ നിന്ന് ചോർത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സിദ്ധാന്തമാണല്ലോ ബ്രെയിൻ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം. അതിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെ തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. SCERT സ്കൂൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ധാരണകളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് സാഹിത്യ കൃതികള്, നാടകങ്ങള്, പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, നീൽ ദർപ്പൺ എന്നറിയപ്പെടുന്ന നാടകം, ബംഗാളി നാടകം എഴുതിയത് ദീനബന്ധു മിത്ര അല്ലെങ്കിൽ ദീനബന്ധു മിത്രയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ SCERT സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിൽ കണ്ടന്റിലും നമ്മൾ ഈ കണ്ടന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ബ്രിട്ടീഷുകാരെന്നറിയപ്പെടുന്ന, വെള്ളക്കാരെന്നറിയപ്പെടുന്ന ചരിത്രരേഖകളിൽ സീമക്കാർ എന്നറിയപ്പെട്ട ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി
പഠനം നടത്തിയ ആദ്യകാല വ്യക്തികളാണ്. ഒന്ന് ദാദാഭായ് നവറോജി, മറ്റൊന്ന് RC ദത്ത് അല്ലെങ്കിൽ രമേശ് ചന്ദ്ര ദത്ത് എന്ന് പറയും, ദെൻ MG റാനഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ് റാനഡെ. ഈ 3 വ്യക്തികളെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായി പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ പെടാത്തതാരെന്ന് ചോദിച്ചിട്ട് ഈ 3 ഓപ്ഷനോടുകൂടി വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആഡ് ചെയ്താൽ ഈ 3 ചോദ്യം അല്ലെങ്കിൽ ഈ 3 ഓപ്ഷൻ ഒഴികെ ബാക്കിയുള്ളതായിരിക്കും ഉത്തരമായി വരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി പഠനം നടത്തിയ ആദ്യകാല നേതാക്കൾ ആരൊക്കെയാണ്? ഒന്ന് ദാദാഭായ് നവറോജി ഓൾറെഡി ഉണ്ട്, RC ദത്ത് എന്നറിയപ്പെടുന്ന രമേശ് ചന്ദ്ര ദത്ത്, MG റാനഡെ എന്നറിയപ്പെടുന്ന മഹാദേവ ഗോവിന്ദ് റാനഡെ. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് ആദ്യകാല പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട, അതായത് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഈ രാജാറാം മോഹൻ റോയുടെ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് സംവാദ് കൗമുദി എന്നറിയപ്പെടുന്ന പത്രം രാജാറാം മോഹൻ റോയുടേതാണ്. അദ്ദേഹം അത് ബംഗാളി ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ദെൻ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച മറ്റൊരു പത്രമാണ് മിറാത്തുൽ അക്ബർ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ സംവാദ് കൗമുദി ആരുടേതാ? അത് രാജാറാം മോഹൻ റോയുടേതാണ്. മിറാത്തുൽ അക്ബർ ആരുടേതാ? രാജാറാം മോഹൻ റോയുടേതാണ്. ഇനി ഈ പറയുന്ന പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പത്രപ്രവർത്തനം കൊണ്ടുവരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വെറുതെ ഇരുന്നില്ല. അവര് നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കി. ബ്രിട്ടീഷുകാരനായ ലിട്ടൺ പ്രഭു ആണ് നാട്ടുഭാഷാ പത്ര നിയമം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ധാരാളം മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ്. ഇനി ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ ഓരോ ഭാഷയിൽ നിന്ന് ഈ പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിന് മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ധാരാളം ദേശീയ സാഹിത്യകാരന്മാർ പല പല ഭാഷകളിൽ നിന്ന് കൃതികൾ എഴുതി. അതിൽ ബംഗാളി ഭാഷയിൽ കൃതികൾ എഴുതിയ ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ട് ഗീതാഞ്ജലി എന്നറിയപ്പെടുന്ന കൃതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോറിന് പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ എന്നിവർ ഏത് ഭാഷയിലാണ് ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നത്? ബംഗാളി ഭാഷയിലാണ്. അടുത്തത് ലക്ഷ്മിനാഥ് ബറുവ എന്നറിയപ്പെടുന്ന വ്യക്തി ആസാമീസ് സാഹിത്യകാരനാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത മറ്റൊരു വ്യക്തിത്വമാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിലെ സാഹിത്യകാരനാണ്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യയിലെ പല പല ഭാഷകളിൽ നിന്ന് സാഹിത്യ കൃതികളായിട്ട് സാഹിത്യ സംഭാവനകളായിട്ട് ഇവർ തന്ന സാഹിത്യ കൃതികളുടെ സംഭാവനകളാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വഴിതെളിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാരതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, തമിഴ് സാഹിത്യകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. അടുത്തത് ഹിന്ദി സാഹിത്യകാരാണ് പ്രേംചന്ദ്, ഭാരതേന്ദു ഹരിചന്ദ്ര എന്നറിയപ്പെടുന്ന വ്യക്തി. ദെൻ ഉറുദു സാഹിത്യകാരനാണ് അൽതാഫ് ഹുസൈൻ ഹാലി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉറുദു ഭാഷയിലൂടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്ന ഈ പറയുന്ന സാഹിത്യകാരനായ അൽതാഫ് ഹുസൈൻ ഹാലി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. ദെൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട്. അദ്ദേഹമാണല്ലോ ദേശീയ പ്രസ്ഥാനത്തിന് ഉന്നമനത്തിന് വേണ്ടി സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന സമയത്ത് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഈ പറയുന്ന മേഖലയിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച സാഹിത്യ കൃതികൾ ഇന്ത്യയിലെ പല പല ഭാഷകളിൽ നിന്ന് എഴുതപ്പെട്ട പ്രധാനപ്പെട്ട സാഹിത്യകാരെ പറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും നിർണായകമായി നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പത്രങ്ങളും അതിൻ്റെ ഭാഷകളും. അതായത് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ മുന്നേറ്റം കൊണ്ടുവരാൻ അല്ലെങ്കിൽ കരുത്ത് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പ്രാദേശിക പത്രങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രികയുടെ ഭാഷ ബംഗാളി ഭാഷയാണ്. അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉന്നമനത്തിന് വേണ്ടി ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണല്ലോ അമൃത് ബസാർ പത്രിക. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നീ പത്രങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമി, മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങിയിട്ടുള്ള പത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പം മാതൃഭൂമി സ്ഥാപിക്കുന്നത്
KP കേശവമേനോനാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. ഈ KP കേശവമേനോനാണ് മാതൃഭൂമി പത്രം ആരംഭിക്കുന്നത്. അത് മലയാളത്തിലാണ്. ദെൻ അൽ അമീൻ എന്നറിയപ്പെടുന്ന മാസിക അല്ലെങ്കിൽ പത്രമുണ്ട്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും അൽ അമീൻ ഒരു മാസികയല്ലയോ, അൽ അമീനെ പത്രമായിട്ടും കൺസിഡർ ചെയ്യാറുണ്ട്. അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം ആരംഭിച്ചത് അല്ലെങ്കിൽ മാസിക സ്ഥാപിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് മലയാള ഭാഷയിൽ അൽ അമീൻ പത്രം ആരംഭിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അറിയാലോ ഇന്ന് ബാച്ചിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാ, സിലബസ് ബേസ്ഡ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കണം. മൈക്രോ നോട്ട്സ് കമ്പൽസറി ആയിട്ട് വായിക്കണം. റിലേറ്റഡ് ആയിട്ടുള്ള മാജിക് മന്ത്ര സെഷൻസ് പഠിക്കണം. ഇതെല്ലാം ഇന്ന് ഗ്രൂപ്പിൽ തന്നിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കണം. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം. അതിനുശേഷമായിരിക്കണം ടാർഗറ്റ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഇപ്പൊ പുതിയ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന 9072728242 നമ്പറിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ജ്യോതിറാവു ഫൂലെ. പ്രത്യേകത എന്തൊക്കെയാ? ഒന്ന്, സത്യശോധക് സമാജം എന്നറിയപ്പെടുന്ന സംഘടന, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന സത്യശോധക് സമാജം എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ആദരസൂചകമായിട്ട് വിശേഷിപ്പിച്ച പേരാണ് മഹാത്മാ. അപ്പൊ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആദരസൂചകമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരെയാണ്? അത് ജ്യോതിറാവു ഫൂലെയാണ്. ഇദ്ദേഹത്തിന് ധാരാളം പ്രത്യേകതയുണ്ട്. ദളിത് എന്നറിയപ്പെടുന്ന വാക്ക് അല്ലെങ്കിൽ പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. സത്യശോധക് സമാജം അല്ലെങ്കിൽ സത്യശോധക് സൊസൈറ്റി എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായ അല്ലെങ്കിൽ ജീവിത പങ്കാളിയായ സാവിത്രിഭായിയും ഈ പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തുപാകിയ ധാരാളം മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് നിശാ പാഠശാലകള്, പള്ളിക്കൂടങ്ങളൊക്കെ സ്ഥാപിച്ചത് ഈ പറയുന്ന സാവിത്രിഭായി ഫൂലെയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പം ദളിത് എന്നറിയപ്പെടുന്ന പദം അല്ലെങ്കിൽ വാക്ക് കൊണ്ടുവന്നത് ജ്യോതിറാവു ഫൂലെയാണ്. സത്യശോധക് സമാജം എന്നറിയപ്പെടുന്ന സംഘടന രൂപീകരിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ആരെയാണ്? ജ്യോതിറാവു ഫൂലെയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വമാണല്ലോ രാജാ റാം മോഹൻ റോയ്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും കാണുന്ന ഒരു ഇന്ത്യൻ ചരിത്ര ചോദ്യമായിരിക്കും. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിത്വം ആരാണ്? അത് രാജാ റാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. അദ്ദേഹം 1772 ബംഗാളിലാണ് ജനിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷ പണ്ഡിതനായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, പണ്ഡിതനായിരുന്ന ഈ പറയുന്ന രാജാ റാം മോഹൻ റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവായ ഈ പറയുന്ന രാജാ റാം മോഹൻ റോയ് 1772 ബംഗാളിൽ ജനിച്ച രാജാ റാം മോഹൻ റോയിയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പൊ ഈ പറയുന്ന രാജാ റാം മോഹൻ റോയ് ധാരാളം പ്രധാനപ്പെട്ട സംഭാവനകൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വം കൂടിയാണ് രാജാ റാം മോഹൻ റോയ്. ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിച്ചത് ഈ പറയുന്ന രാജാ റാം മോഹൻ റോയ് ആണ്. ബ്രഹ്മ സമാജം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുക, താഴെ പറയുന്നവയിൽ രാജാ റാം മോഹൻ റോയിയുടെ സംഭാവനകളിൽ പെടാത്തതേത്? ബ്രഹ്മസമാജം എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് രാജാ റാം മോഹൻ റോയ് ആണ്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടിയത് രാജാ റാം മോഹൻ റോയ് ആണ്. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ച വ്യക്തിത്വം കൂടിയാണ് രാജാ റാം മോഹൻ റോയ്. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ട പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് രാജാ റാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിക്കുന്നു. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി ഈ പറയുന്ന രാജാ റാം മോഹൻ റോയോടൊപ്പം തന്നെ ഈ പറയുന്ന ജ്യോതിറാവു ഫൂലെയോടൊപ്പം പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വം കൂടിയാണ് പണ്ഡിത രമാഭായ്. കർണാടക സ്വദേശിയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാഭായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിക്കുന്നത്. അവരാണ് ആര്യ മഹിളാ സമാജം.
ആര്യ മഹിളാ സമാജത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ. ഈ പറയുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. ശാരദാ സദൻ, ശാരദാ ഭവനുണ്ട്, ശാരദാ സദൻ അല്ലെങ്കിൽ വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി പണ്ഡിത രമാബായി ആരംഭിച്ച ആശയമാണ് ശാരദാ സദൻ. ദെൻ മുക്തി മിഷൻ എന്നറിയപ്പെടുന്നത് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലന പദ്ധതിക്ക് വേണ്ടി പണ്ഡിത രമാബായി കൊണ്ടുവന്ന ആശയമാണ് മുക്തി മിഷൻ. ഇതൊക്കെ കൊണ്ടുവരുന്നത് പണ്ഡിത രമാബായി ആണ്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വനിതകളുടെ സംഭാവന വളരെ ഇമ്പോർട്ടന്റ്. അതിൽ പ്രധാനിയാണല്ലോ പണ്ഡിത രമാബായി. 1889 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തിത്വം കൂടിയാണ് പണ്ഡിത രമാബായി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് വേണ്ട നിർണായകമായിട്ടുള്ള ചോദ്യം, ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കുന്ന മറ്റൊരു ഏരിയ ആണ് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും. നിങ്ങൾ എഴുതി വെച്ചോ, 100% ഉറപ്പെന്നല്ല, 200% ഉറപ്പ് ഇത് ചോദിച്ചിരിക്കും. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരാങ് ആണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ആത്മാറാം പാണ്ഡുരാങ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ? അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണല്ലോ. ആര്യ സമാജം സ്ഥാപിക്കുന്നത്, അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. എന്റെ കൂടെ പറഞ്ഞു പോണം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരാങ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത് 2 വ്യക്തികളാണ്. ഒന്ന് മാഡം ബ്ലാവഡ്സ്കിയും കേണൽ ഓൾകോർട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവർ 2 പേരും കൂടാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ഹിതകാരിണി സമാജം, ഒരു 100 കണക്കിന് മത്സര പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലുവാണ്. സ്വാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. ഈ EV രാമസ്വാമി നായ്ക്കറിന് 3 മാസികകളുണ്ട്. കുടിയരസ്, വിടുതലൈ, പുരട്സി. കുടിയരസ്, വിടുതലൈ, പുരട്സി എന്നറിയപ്പെടുന്ന 3 മാസിക സ്ഥാപിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിന്റെ രാജശില്പി എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അടുത്തത് സാധുജന പരിപാലന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അയ്യങ്കാളിയ. കേരള നവോത്ഥാനത്തിന്റെ കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന, കേരള ദളിത് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഈ ഇത്രയും നവോത്ഥാന സാമൂഹിക പരിഷ്കരണ സംഘടനകളും അതിന്റെ സ്ഥാപകരെയും നിങ്ങൾ ഉറപ്പായും പഠിക്കണം. ഉറപ്പായും അതിൽ നിന്നൊരു മാർക്ക് ചോദ്യമായി വരും. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്, ആദ്യകാലത്ത്, അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യകാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു കേന്ദ്രീകൃത സ്വഭാവമില്ലായിരുന്നു. അതായത് ഓരോ പ്രദേശം കേന്ദ്രീകരിച്ച, അതല്ലാതെ ഇന്ത്യയിൽ മുഴുവൻ, ഇന്ത്യയിൽ ഒട്ടുക്കെ, നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ മൊത്തവും അങ്ങനെ ഒരു കേന്ദ്രീകൃത ഒരു സ്വഭാവമുള്ള ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു ആദ്യകാലത്ത്. ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷൻ ആയിക്കോട്ടെ, മദ്രാസ് മഹാജൻ സഭ ആയിക്കോട്ടെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഇതിനൊന്നും ഒരു കേന്ദ്രീകൃത സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ഇല്ലാണ്ടായി പോയി. പിന്നീട് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു കേന്ദ്രീകൃത ഘടന ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വതന്ത്ര മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകിയ സംഘടനയായിട്ട് മാറിയത്. അപ്പൊ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രവർത്തന കേന്ദ്രവും അതിന് നേതൃത്വം നൽകിയ വ്യക്തികളെയും ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതിലൊന്ന് ഇന്ത്യൻ അസോസിയേഷൻ കൽക്കട്ടയാണ്. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം. ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസുമാണ്. അപ്പൊ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ് എന്നിവരാണ് ഇന്ത്യൻ അസോസിയേഷന് നേതൃത്വം നൽകിയത്. കൽക്കട്ട കേന്ദ്രീകരിച്ചാണ്. മദ്രാസ് മഹാജൻ സഭയുണ്ട്. മദ്രാസ് മഹാജൻ സഭയുടെ പ്രവർത്തന കേന്ദ്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മദ്രാസ് ആണ്. അതല്ലാതെ വേറെ ഒന്നും വരത്തില്ലല്ലോ. അതിന് നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ എന്ന് പറഞ്ഞാൽ M വീരരാഘവ ആചാര്യ ഉണ്ട്, G സുബ്രഹ്മണ്യ അയ്യറുണ്ട്,
ആനന്ദ ചാർലു. ഈ 3 വ്യക്തികളാണ് മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഉണ്ട്, അതിന്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരിക്കും? ബോംബെ. അപ്പൊ നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യം എന്തേ ഉള്ളൂ, ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അത് കൽക്കട്ടയാണ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം ബോംബെ ആണ്. നേതൃത്വം നൽകിയത് ഫിറോസ് ഷാ മേത്തയുണ്ട്, KT തലാങ് ഉണ്ട്, ബദറുദ്ദീൻ ദിയാബ്ജി ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പ്രവർത്തന കേന്ദ്രവും അതിന് നേതൃത്വം നൽകിയ നേതാക്കളെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഒരു തവണ വായിക്കുക, കിട്ടുന്നില്ല വീണ്ടും 2ാം തവണ വീണ്ടും ഒന്ന് വായിക്കുക. ആഴ്ചയിൽ ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുക. അതല്ലാതെ A to Z കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കാനേ നിൽക്കരുത്. വായിച്ച് എന്താകുക, ഫെമിലിയർ ആകുക. അടുത്ത ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നിങ്ങൾ എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്, അങ്ങനെ ചോദിക്കൂ. ചോദ്യം കടുപ്പമാവുകയാണെങ്കിൽ ചോദിക്കുന്ന മേഖല ഇങ്ങനെയാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകത എന്താ? ആദ്യകാലത്ത് ഈ പറയുന്ന ആദ്യകാലത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ അസോസിയേഷൻ ആയിക്കോട്ടെ, മദ്രാസ് മഹാജനസഭ ആയിക്കോട്ടെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം പ്രത്യേകത ഇതിനൊരു കേന്ദ്രീകൃത ആശയമില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുലദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ സ്ഥാപിച്ച സംഘടനയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. ഇനി നമുക്ക് വേണ്ട മത്സര പരീക്ഷ കണ്ടന്റ് ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ പെടാത്തതാര്? അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാ ദാദാഭായ് നൗറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയത്. ദെൻ സുരേന്ദ്രനാഥ് ബാനർജി ഉണ്ട്, പ്രധാന നേതാവ്. ഫിറോസ് ഷാ മേത്തയുണ്ട്, പ്രധാന നേതാവ്. ബദറുദ്ദീൻ ദിയാബ്ജി ഉണ്ട്, പ്രധാന നേതാവ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, പ്രധാന നേതാവ്. ബാലഗംഗാധര തിലകുണ്ട്, P. ആനന്ദ ചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവരൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ പെടാത്തതാര്, അങ്ങനെയാ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് പഠിക്കണം. ഇനി ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അലൻ ഒക്ടേവിയം ഹ്യൂം എന്നറിയപ്പെടുന്ന A.O. ഹ്യൂമിനെയും ഉമേഷ് ചന്ദ്ര ബാനർജി എന്നറിയപ്പെടുന്ന W.C. ബാനർജിയെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഒന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അവര് പ്രഖ്യാപിച്ച ലക്ഷ്യമാണെന്നേ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, അത് തമിഴ്നാട്ടിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, ഇന്ത്യയിൽ ഏത് പ്രദേശത്തായിക്കോട്ടെ, അന്നത്തെ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പൊ എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് പ്രധാനപ്പെട്ട പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്തുണ്ടാക്കുക? സൗഹൃദ ബന്ധം വളർത്തുക. ദെൻ ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയോടോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ദേശീയ ഐക്യബോധം വളർത്തുക എന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. അടുത്തത്, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകണം. അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കണം. അതൊക്കെയാണ് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. അടുത്തത്, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുക. ഒരു അഭിപ്രായം പറയുമ്പം ഇന്ന ആള് പറയുന്ന അഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നുള്ളത് ആരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം നമ്മൾ പഠിക്കും. INCക്ക് ആ പേര് നൽകിയത് ദാദാഭായ് നൗറോജി ആണെന്ന് പഠിക്കും. അതിനോടൊപ്പം തന്നെ ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൂടി നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. നിർണായകമായ മാർക്കാണ്. അടുത്തത് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ 2 മാർക്കിൽ 1 മാർക്ക് ഇതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന C. ശങ്കരൻ നായരാണ്. അദ്ദേഹം 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം 1885 നടന്നു നമ്മൾ പറഞ്ഞു. 1885
1955 ഇത് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിൽ നിന്ന് ഐക്യ കേരളം അല്ലെങ്കിൽ ഐക്യ കേരളം അല്ല ഐക്യമായിട്ടുള്ള ഒരു ഇന്ത്യ എന്നറിയപ്പെടുന്ന ആശയം വരും. ഇതിനെതിരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരാശയമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അപ്പൊ അവിടെ ലോജിക്ക് ഇതാണ്. ഐക്യ ബംഗാളുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ട്. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്, ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും എന്ന് പറഞ്ഞത് H. റിസലെ പറഞ്ഞൊരു വാക്യമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് അത് കഴ്സൺ പ്രഭുവാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അമർ സോനാർ ബംഗ്ല എന്നറിയപ്പെടുന്ന ഗാനം എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ തുടക്കം ഈ ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വാശ്രയം എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവരും. അതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആശയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ആ സമയത്ത് സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞൊരു വാക്യമുണ്ട്, കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി എന്ന വാക്യം പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഈ പറയുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആചാര്യ PC റോയ് ആരംഭിച്ചു. സ്വദേശി സ്റ്റോർ എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് രവീന്ദ്രനാഥ ടാഗോറാണ്. VO ചിദംബരം പിള്ളை, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുന്നു. ആ സമയത്താണ് ഈ സ്വദേശി പ്രസ്ഥാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറിയൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് ഏറുന്നതാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട വസ്തുത, അശ്വിനി കുമാർ ദത്ത് എന്നറിയപ്പെടുന്ന ദേശീയ പ്രവർത്തകൻ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്. അദ്ദേഹം ആരംഭിച്ച സംഘടനയുടെ പേരാണ് സ്വദേശി ബാന്ധവ് സമിതി. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ സ്വദേശി ബാന്ധവ് സമിതി ആരാ രൂപീകരിച്ചത്? അത് അശ്വിനി കുമാർ ദത്താണ്. ഈ പറയുന്ന സ്വദേശി ബാന്ധവ് സമിതിയുടെ 3 പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അപ്പൊ പരീക്ഷയ്ക്ക് ചോദ്യാർത്ഥികൾ ചോദിക്കുക താഴെ പറയുന്നവയിൽ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി ബാന്ധവ് സമിതിയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തതേത്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ആ ചോദ്യമാണ് നമ്മൾ പറഞ്ഞു തന്നത്. അപ്പൊ സ്വദേശി ബാന്ധവ് സമിതി ആരാ സ്ഥാപിച്ചേ? അശ്വിനി കുമാർ ദത്താണ് സ്ഥാപിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ 2 ചേരികളായിട്ട് മിതവാദികളുമുണ്ട്, തീവ്ര ദേശീയവാദികളുമുണ്ട്. അതിൽ മിതവാദികളിൽ പ്രധാനികളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നൗറോജി. എഴുതി വെച്ചേക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യകാല മിതവാദികളാണ് ഫിറോസ് ഷാ മേത്ത, അല്ലെങ്കിൽ ആദ്യകാല മിതവാദികളിൽ പ്രധാനികളാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നൗറോജി. തീവ്ര ദേശീയവാദികളുണ്ട് കേട്ടോ. തീവ്ര ദേശീയവാദികൾ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവരെയാണ് ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ലാൽ പാൽ ബാലിൽ ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ്, ലാൽ പാൽ എന്ന് വെച്ചാൽ ബിപിൻ ചന്ദ്രപാൽ, ദെൻ ലാൽ പാൽ ബാൽ ബാലഗംഗാധര തിലക്. അപ്പൊ തീവ്ര ദേശീയവാദികളുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ, ദെൻ മിതവാദികളുമുണ്ട്. അവര് 1907 സൂററ്റ് സമ്മേളനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും രണ്ടാകുന്നു. റാഷ് ബിഹാരി ഘോഷ് ആണ് 1907 സൂററ്റ് INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പിന്നീട് ഈ മിതവാദികളും തീവ്രവാദികളും രണ്ടായവര് എന്ത് ചെയ്യും? ഒന്നിക്കുന്നു അല്ലെങ്കിൽ ഐക്യപ്പെടുന്നത് 1916 ലക്നൗ. വേറെ ഒന്നുമില്ല, നമ്മുടെ ലക്കാണെന്ന് ഓർത്തു വെച്ചാൽ മതി. രണ്ടുപേരും കൂടെ ഒന്നായി 1916 അത് ലക്നൗ സമ്മേളനം. രണ്ടുപേരും രണ്ടാവുന്നത് സൂററ്റ്. റാഷ് ബിഹാരി ഘോഷ് ആണ് 1916 ലക്നൗ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇതിൽ SCERT സ്കൂൾ ടെക്സ്റ്റിൽ വളരെ നിർണായകമായി കൊടുത്തേക്കുന്ന വസ്തുതയാണ് ലാൽ പാൽ ബാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത്
പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ട ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളെയാണ് ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരെയാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത്. SCERT സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. ഇനി നമുക്ക് വേണ്ടത്, അപ്പൊ ഈ പറയുന്ന ബംഗാൾ വിഭജനം വരുന്നു, 1905 ബംഗാൾ വിഭജിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭരണപരിഷ്കാരം നമ്മൾ പഠിക്കും. ഒന്ന് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം, 1919 മൊണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ 1909 മിന്റോ മോർലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ പ്രത്യേകത മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക എന്ന ആശയം കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് 1909 മിന്റോ മോർലി. അത് പഠിക്കാൻ എളുപ്പം. അതാണ്ട് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലം, മുസ്ലിങ്ങൾ എം, പ്രത്യേക മണ്ഡലം എം, മുസ്ലിങ്ങൾക്ക് മണ്ഡലം. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ പ്രത്യേകത മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക എന്നിവ 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ ലക്ഷ്യമാണ്. ദെൻ അതിനുശേഷമാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. ആനി ബസന്റും ബാലഗംഗാധര തിലകും കൂടിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം തന്നെ ഹോം റൂൾ ലീഗിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ട് മാറുന്നത്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആനി ബസന്റുമായി ബന്ധപ്പെട്ട് INC കണക്ട് ചെയ്ത ആനി ബസന്റ് പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INCയുടെ അധ്യക്ഷയായ ആദ്യ വനിത ആരും ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് അധ്യക്ഷയാകുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിങ്ങൾ എഴുതേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട മറ്റൊരു മേഖല വിപ്ലവ സംഘടനകളെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിന്റെ സ്ഥലം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നേതൃത്വം കൊടുത്ത ആളുകളെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, അനുശീലൻ സമിതി സ്ഥാപിക്കുന്നത് ബംഗാളിലാണ്. വിപ്ലവ സംഘടനയായ അനുശീലൻ സമിതി സ്ഥാപിക്കുന്നത് ബംഗാളിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് സച്ചീന്ദ്രനാഥ് സന്യാലും അരവിന്ദ ഘോഷുമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ ഭാരത് മാത അസോസിയേഷൻ ഉണ്ട്. അത് മദ്രാസ് കേന്ദ്രീകരിച്ച ഈ വിപ്ലവ സംഘടന സ്ഥാപിച്ചത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യറിന്റെ ഒക്കെ പ്രത്യേകത ഇതാണ്. വാഞ്ചി അയ്യർ, അജിത് സിംഗ്, ഈ 3 വ്യക്തികളാണ് ഭാരത് മാത അസോസിയേഷൻ സ്ഥാപിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് യുഗാന്തർ പാർട്ടി ഉണ്ട്. യുഗാന്തർ പാർട്ടി ബംഗാൾ കേന്ദ്രീകരിച്ചാണ് ആ യുഗാന്തർ പാർട്ടി എന്നറിയപ്പെടുന്ന വിപ്ലവ സംഘടന സ്ഥാപിക്കുന്നത്. അതിന്റെ നേതൃത്വം കൊടുത്തത് റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസ്. 2 ബോസുമാരാണ്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരാണ് യുഗാന്തർ പാർട്ടി സ്ഥാപിക്കുന്നത്. എഴുതി വെച്ചോ, ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ അത് ചോദ്യാർത്ഥം വേണമെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഗദ്ദാർ പാർട്ടി എന്ന വിപ്ലവ സംഘടന ആരംഭിച്ച സ്ഥലം അത് അമേരിക്കയാണ്. അതിന് നേതൃത്വം കൊടുത്തത് ലാല ഹർദയാലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു SCERT സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത്. ഉഷാറായി പഠിക്കുക. പറഞ്ഞല്ലോ, ബാച്ചിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി പഠിക്കുക, റിവൈസ് ചെയ്യുക. ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്ന നോട്ട്സ്, എക്സാം എല്ലാം എല്ലാ ദിവസവും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക. ഉഷാറായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.